നമ്മളിന്ന് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലുള്ള രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ക്ഷേത്രത്തെപ്പറ്റി ധാരാളം പേർക്ക് അറിയാൻ പറ്റും. എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം ഒരു നാലുകെട്ടിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിത്. ഇടപ്പള്ളി രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇടപ്പള്ളി രാജവംശത്തിൻ്റെ കാലത്ത് ഒരിക്കൽ ഗണപതി ഹോമം നടക്കുമ്പോൾ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഒരു വിഗ്രഹപ്രതിഷ്ഠയുടെ രൂപത്തിലല്ല, ഭഗവാനെ ഒരു ഹോമകുണ്ടത്തിൻ്റെ നടുവിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇടപ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ രീതിക്കുള്ള ആഘോഷങ്ങളൊന്നും നടക്കാറില്ല. പതിവായി നമ്മൾ കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. നിങ്ങളിനി എറണാകുളം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. നിങ്ങൾ അതിരാവിലേക്കാണ് വരുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഭയങ്കര ആംബിയൻസ് ആണ്. രാജകുടുംബത്തിൻ്റെ കീഴിലുണ്ടായിരുന്നൊരു ക്ഷേത്രമായതുകൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രം വേറൊരു രീതിക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പോയതൊരു പ്രവൃത്തി ദിവസമാണ്, എന്നിട്ട് പോലും രാവിലെ ഇത്രമാത്രം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ഉണ്ണിയപ്പം. അതിന് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അകത്ത് കയറുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് അകത്തെ വിഷ്വൽസ് ഒന്നും കാണിക്കാത്തത്. പുറത്തും വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിക്ക് എടുത്താൽ മതി. ഞാൻ ധാരാളം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നത്. ഞാൻ ഇത്രയും നാൾ പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ പോലെ അല്ല ഇവിടം. ഇതിന് മൊത്തത്തിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാവും. എടപ്പള്ളി സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ക്ഷേത്രം. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. എടപ്പള്ളി ഗണപതി കോവിലിൽ അടിച്ചാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലെത്താം. അങ്ങനെ കുറേ നേരം നമ്മൾ എടപ്പള്ളി ഗണപതി കോവിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി പോകുന്ന മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. കൊച്ചി രാജവംശവും എടപ്പള്ളി സ്വരൂപമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പരാജയം മൂലം എടപ്പള്ളി സ്വരൂപത്തിന് എറണാകുളം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം വിലക്കപ്പെട്ടു. അതുകൊണ്ട് മാത്രം എടപ്പള്ളി സ്വരൂപം നിർമ്മിച്ചൊരു ക്ഷേത്രമാണിത്. ആദ്യകാലങ്ങളിൽ മഹാദേവനായിരുന്നു ഇവിടെ പ്രാധാന്യം. ഇപ്പോൾ ഇവിടെ ആരാധിക്കുന്ന കൃഷ്ണനെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത് തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ്. ധാരാളം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. എടപ്പള്ളി പോലൊരു തിരക്കുള്ള സ്ഥലത്ത് തന്നെ മെട്രോയുടെയൊക്കെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഈ ക്ഷേത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ക്ഷേത്രമായിട്ട് തോന്നാം, പക്ഷേ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. നമ്മളിതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗമാണ്. ശരിക്കും നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ഈ സിറ്റിയിലും കാണാൻ സാധിക്കും എന്നതിനുള്ളൊരു തെളിവാണ് ഈ ക്ഷേത്രങ്ങൾ. സാധാരണ ഇതുപോലത്തെ ക്ഷേത്രങ്ങളൊക്കെ ഉൾപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മളുടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇതേപോലത്തെ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കാണാതെ പോകുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നൊരു ക്ഷേത്രമാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ഇതറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഈ മെട്രോ പില്ലറിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ക്ഷേത്രക്കുളമാണ്. അപ്പോൾ എന്തായാലും രണ്ട് ക്ഷേത്രങ്ങളിലെ ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് നോക്കുക.